ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. നമ്മുടെ പ്രണവ് പ്രവീൺ ചാനൽ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം 40 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പം ലക്ഷങ്ങളാണ് അവരുടെ ഫാൻസ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും അറിയാം, പ്രണവ് പ്രവീൺ ഇഷ്യൂ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഇഷ്യൂ ആണ് അവരുടെ ഫാമിലിയിൽ ഉണ്ടായത്. അപ്പം ഇന്നലെ പ്രവീൺ ഇട്ട ഒരു വീഡിയോ, അതിനകത്തു നിന്നുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. നമുക്ക് ആദ്യമേ ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം, ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാൻ തന്നെ പേടിയാണെന്ന് പറഞ്ഞല്ലോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ അവിടെയും പോയി കമന്റ് ചീത്ത വിളിക്കും, ഇവിടെയും വന്ന് കമന്റിൽ ചീത്ത വിളിക്കും. എന്ത് കിട്ടുമോ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ അവിടെ പോയി പറഞ്ഞാലും നമുക്ക് വേദനിക്കും, ഇവിടെ വന്ന് പറഞ്ഞാലും നമുക്ക് വേദനിക്കാം. അപ്പൊ കണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ പ്രവീൺ പറയുന്ന ഒരു കാര്യം, അതായത് നമ്മള് കമന്റ്സ് ഇടുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കമന്റ്സ് ഇടുന്ന നമ്മളെ പോലുള്ള ആൾക്കാർ, ഞാൻ പക്ഷെ കമന്റ്സ് അവർക്ക് ഇടാറില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമന്റ്സ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫാമിലിയുമായിട്ടൊരു കണക്ഷൻ വയ്ക്കുന്നത്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നമ്മൾ ഡയറക്റ്റ് അറിയാത്തൊരു ഫാമിലിയാണ്, പക്ഷേ നമ്മൾ അതിലൂടെ സംസാരിക്കുന്നത് വഴി അവരുമായിട്ടൊരു ചെറിയൊരു കോൺവെർസേഷൻ, ആശയവിനിമയം നടക്കുകയാണ്. അങ്ങനെ പോലും ഞാൻ ചെയ്തിട്ടില്ല ഫാമിലിയായിട്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. മാത്രവുമല്ല എല്ലാ വീഡിയോസും ഞാൻ കാണും. അങ്ങനെ ഒത്തിരി ഫാമിലീസൊന്നും ഞാൻ കാണാറില്ല. പക്ഷേ ഇവരുടെ ഫാമിലി നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ടാണല്ലോ ഇവർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം 20 ലക്ഷം പേരൊക്കെ പെട്ടെന്നാണ് വരുന്നത്. നമുക്കറിയാം KL ബ്രോ, ബിജു ബ്രോ എന്ന് പറഞ്ഞൊരു ചാനൽ കോടിക്കണക്കിന് സബുള്ള ഒരു ചാനലാണ്. പക്ഷേ അവരുടെ ഒരു വീഡിയോയ്ക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും 1 lakh 2 lakh അങ്ങനെയൊക്കെ പോവേറുള്ളൂ അവരുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ നിമിഷങ്ങൾ, വളരെ മണിക്കൂറുകൾക്കുള്ളിൽ അതൊരു 10 lakhs വരെ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവരുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടത്? ഞാൻ ഇവരുടെ പണ്ട് മുതലുള്ള വീഡിയോ കാണുമായിരുന്നു കേട്ടോ. ഇവരുടെ വീഡിയോ നമുക്ക് ഇഷ്ടമാവാൻ കാരണം, എനിക്ക് ഇഷ്ടമാവാൻ കാരണം ഇവരുടെ ഫാമിലി ബോണ്ടാണ്. അതായത് അച്ഛൻ, അമ്മ, 2 മക്കൾ, 2 ആൺകുട്ടികൾ. ഇതേ പ്രായത്തിലുള്ള 2 കുട്ടികൾ എനിക്കും ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആവാൻ പറ്റും അതുമായിട്ട്. ഈ അച്ഛനും അമ്മയും 2 മക്കളും ഉള്ള ഒരു കുടുംബം. അതിൽ ആ 2 മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചങ്ക് ഫ്രണ്ട്സിനെ പോലെ അല്ലേ. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കളോ അല്ലെങ്കിൽ 3 മക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പല പല പ്രൊഫഷൻസ് ആയിരിക്കും. അപ്പം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം മിങ്കിൾ ചെയ്യുന്നത് തന്നെ, കുട്ടികളായാൽ പോലും പരസ്പരം മിങ്കിൾ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. അവർ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും തമ്മിൽ കാണുന്നത് തന്നെ, ചിലപ്പോൾ അത് കണ്ടില്ലെന്ന് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവരുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആ അച്ഛനും അമ്മയും എപ്പോഴും 2 മക്കളും ഒരുമിച്ച്, കാരണം അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ്. അവരിങ്ങനെ ഓരോരോ ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നത്. അവർക്ക് വേറെ ജോബില്ല. അവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് തന്നെ വ്ളോഗേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ആ അച്ഛനും അമ്മയും കാണുന്നത് 2 മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും ഓരോ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്നതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും അച്ഛനെയും കൂടെ ജോയിൻ്റ് ആക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളും കാണാൻ ഇഷ്ടപ്പെട്ട ആ ഒരു പോസിറ്റിവിറ്റി അല്ലേ. എന്നെപ്പോലെ ആയിരിക്കും നിങ്ങളും എന്നെനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് വന്ന സമയത്താണ് അതിൽ ആ മൂത്തയാൾ പ്രവീണ് ഒരു കല്യാണം ആലോചിക്കുന്നു. അതിനു മുന്നേ ആ കുട്ടിയായിട്ട് ലവ് ആവുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നമുക്കറിയാമെന്നുള്ളതാണ്, നോർമലായിട്ടുള്ള ഒരു കല്യാണം അല്ലല്ലോ. മീൻസ് നേരത്തെ ലവ് ആയിരുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്തും മൃദുല എന്ന് പറഞ്ഞ ആ കുട്ടിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. കാരണം മൃദുല ഈ ഫാമിലിയായിട്ട് പെട്ടെന്ന് അങ്ങ് ബോണ്ടായി, ഭയങ്കര ഒരു നല്ലൊരു കണക്ഷനായിരുന്നു. അപ്പം നമുക്ക് ആ ഇളയ കുട്ടി കൊച്ചുമായിട്ടും ഭയങ്കര ബോണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ മൃദുലയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഈ പ്രവീൺ എന്ന് പറഞ്ഞ ഈ മകൻ
ഇന്നലെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരെ കുറ്റം പറഞ്ഞു. അതായത് നിങ്ങളേക്ക് കമൻസ് ചെയ്യുന്ന നെഗറ്റീവ് കമൻസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കമൻസ് ഇടുന്നത്? നിങ്ങൾ പിന്നെ അവരുടെ അടുത്തും പോയി, അതായത് എൻ്റെ അമ്മയുടെ കൊച്ചുവിൻ്റെ ചാനലിൽ പോയിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻസ് ഇടും, അതും ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇടുന്നതും വിഷമം. ഞാനൊരു കാര്യം പ്രവീണിനോട് ചോദിക്കട്ടെ. പ്രവീൺ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങിയത്? പ്രവീണിന് അറിയാം, മൃദുലയ്ക്കും അറിയാമോ? പ്രവീൺ എന്ന് പറഞ്ഞ മകൻ സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയനെയും സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ പിച്ച് ചീന്താനെന്നേ ഞാൻ പറയുള്ളൂ, പിച്ച് ചീന്താനായിട്ട് ഇട്ടുകൊടുത്തത് ഒരു മകനാണ്. ആണല്ലോ. ഞങ്ങൾ ആരും നിങ്ങളുടെ ഫാമിലിയിൽ നടന്ന ഇഷ്യൂസ് അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് പ്രവീൺ തന്നെയാണ് അതിന് കാരണക്കാരൻ. വെറുതെ അങ്ങനെ ഒരു മക്കളും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമൂഹ ലക്ഷങ്ങൾക്ക് മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയനെയും പറയാൻ പറ്റാത്ത വാക്കുകളില്ല. അച്ഛൻ ശംഭു വയ്ക്കുന്നു, അനിയൻ കുടിക്കുന്ന ഒരു കഥാപാത്രമാക്കി, അമ്മയാണെങ്കിൽ എന്തോ പറയാ വേറെന്തൊക്കെയോ ഒരു ഒരു അമ്മായി അമ്മ അങ്ങനെ ആക്കി മാറ്റിയ ഒരു മകനാണ് പ്രവീൺ. അറിയാലോ, ഞാനും ഒരു അമ്മയാണ്. ഇതേ പ്രായത്തിലുള്ള 2 കുട്ടികളുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല കേട്ടോ. നമ്മള് ഒരമ്മ, അങ്ങനെയുള്ള പാരൻസ് ഉണ്ട് കേട്ടോ. മക്കളെ ഒന്നും കാണണമെന്ന് ആഗ്രഹിക്കാത്ത അമ്മമാരൊക്കെ ഉണ്ട്. ഞാൻ അവരെ വെച്ചിട്ട് പറയുന്നതല്ല. പക്ഷെ പ്രവീണിന്റെ അച്ഛനും അമ്മയും ആ ഗണത്തിലുള്ളതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സാധാരണ നമുക്കറിയാം, സാധാരണ ഒരു ഫാമിലിയിലും നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഫാമിലി, ഇവരുടെ ഫാമിലിയെ ശ്രദ്ധിച്ചാൽ അറിയാം. അവർക്ക് എല്ലാവർക്കും ബ്ലോഗാണ്. ആ കൊച്ചുകുട്ടിക്കുണ്ട്. ഇനി അപ്പച്ചിക്ക് വരെ അവർ തുടങ്ങും. ഒരു അപ്പച്ചി എന്ന് പറഞ്ഞൊരു കഥാപാത്രം കൂടി ഉണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് അവർ ചാനൽ തുടങ്ങി കൊടുക്കാത്തത്. തുടങ്ങിയാൽ ഈ കുട്ടികൾ തന്നെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അപ്പച്ചിക്കും ചാനൽ വന്നത്. എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ? അതുപോലെ മഷൂറ ബഷീറിന്റെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഇവർ പോട്ടെ, ഇവർ സ്വന്തമായിട്ടൊക്കെ ഇത് ചെയ്യുമെന്നെങ്കിലും പറയാം. ഈ ബഷീറിന്റെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവൾ ജനിച്ചു വീണ മഷൂറയുടെ കുഞ്ഞിന് വരെ ചാനലാണ്. കുഞ്ഞ് ജനിച്ചില്ല, അതിനു മുന്നേ ഉണ്ട്. എന്താണ് FB, എന്താണ് ഫേസ്ബുക്ക്, അല്ല എന്താണ് യൂട്യൂബ് എന്ന് അറിഞ്ഞുകൂടാത്ത ആ കുഞ്ഞിന് വരെ ചാനലുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചാനൽ ഉണ്ടാക്കുന്നത്? 4 വഴിക്കും കൂടെ ഇൻകം അവർക്ക് വരാൻ. ഒരു ഇൻകം മാത്രം പോരാ. കാരണം സാധാരണ നമ്മൾ ഒരു ചാനലില് നമ്മൾ ഒരു വീഡിയോ അല്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയല്ല, 2 അപ്ലോഡ് ചെയ്യാം. അത്രയും വ്യൂവേഴ്സ് വരും, അത്രയും കാശ് വരും. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ പിന്നിലുള്ള സൈക്കോളജി. പക്ഷേ ഈ ഒരു ഫാമിലിയെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടല്ലോ യാതൊരു ആർത്തിയില്ലാത്ത ഒരു അച്ഛനും അമ്മയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം ആ അമ്മയൊക്കെ ആദ്യത്തെ കാലത്തുള്ള ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ഒരു നോർമൽ സ്ത്രീ അവര് കുട്ടികൾക്ക് വേണ്ടി, ആ അച്ഛനും അമ്മയും മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഡാൻസ് ചെയ്യാനും അവരുടെ കൂടെ സ്ക്രിപ്റ്റ് ചെയ്യാനും ഇറങ്ങുന്നതാണ്. അല്ലാതെ ആ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഒരു ചാനൽ വളരെ ഈസി ആയിട്ട് മക്കളോട് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റും. നല്ലതുപോലെ ലക്ഷങ്ങൾ സമ്പാദിക്കാനും അവരെ കൊണ്ട് പറ്റും. പക്ഷെ അവരത് ചെയ്യുന്നില്ല. ആ അച്ഛനിൽ കണ്ട ഏറ്റവും ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്നും, എന്നാൽ പോലും ആ പുള്ളിക്കാരൻ അന്ന് ഏത് വർക്ക് ചെയ്തുവോ ആ വർക്ക് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള എത്ര ഫാമിലി ഉണ്ടാവും? ഇത്രയും ലക്ഷങ്ങൾ മക്കൾ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ആ മനുഷ്യൻ താൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് അത് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രയും നല്ലൊരു ഫാമിലി. പ്രവീൺ ഇത് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ 4 വഴിക്കും വരുമാനം ഉണ്ടാക്കാം. കൊച്ചുവിന്റെ ചാനലിൽ നിന്നും അങ്ങനെ നമ്മൾ അധികം വീഡിയോസ് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അവ ഇട്ടു തുടങ്ങിയത്. എനിക്ക് ഇവരെയൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇരുന്ന് പറയുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ഈ ഫാമിലി ആയിട്ട് എനിക്ക് യാതൊരു റിലേഷനും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കമന്റ്സ് കൊണ്ട് പോലും ഞാൻ കമന്റ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എല്ലാം ഞാൻ കാണും. എനിക്ക് ഒരുപാട് ഒരു ഇഷ്ടമുള്ളൊരു ഫാമിലി ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഈ 4 പേരും വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാമായിരുന്നിട്ട് പോലും അവർ ആ ഒരൊറ്റ ചാനലില് അവരുടെ എഫേർട്ട് മുഴുവനും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരൊറ്റ ചാനലാണ്. അപ്പോൾ ഇതിനിടയിലാണ് മൃദുല അവിടെ കയറി വന്നത്. ഓക്കെ, മൃദുല വന്ന ഒരു 5-6 മാസം, 9 മാസം വരെ നമുക്ക് എല്ലാവരും നമ്മൾ വിചാരിച്ചിരുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടില് 9 മാസം വരെ ഡെലിവറി സമയം വരെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഭർത്താവിന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ നിൽക്കാൻ പറ്റൂ.
ഇനി അങ്ങനെ അല്ലാത്തവരുണ്ടാവും, നമുക്ക് നമ്മുടെ വീട്ടിൽ സപ്പോർട്ടൊന്നുമില്ല, അങ്ങനെ അവിടെ ചെന്ന് നിൽക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പാട് സഹിച്ചും ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലോ അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കും. പക്ഷേ മൃദുല എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ബാക്ക് ബോൺ ആയിട്ട് അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടാണെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ മൃദുല 7ാം മാസത്തിൽ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ പോലും ആ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 7ാം മാസത്തെ പ്രസവത്തിന് ഞാൻ നാളെ അങ്ങ് വരും, എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്തുകൊണ്ടാണ്? അതൊരിക്കലും ഭർത്താവിൻ്റെ മാത്രം പിന്തുണയോടെ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ആ കുട്ടിക്ക് 3 നേരത്തെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. പ്രവീൺ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി സമയാസമയം കൊണ്ടു കൊടുക്കണം. കാരണം പ്രത്യേകിച്ച് ഇവരിങ്ങനെ ഇപ്പം കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്, കാരണം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ പിന്നിലും പ്രവീണിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ എന്താ പറയുക, നല്ലൊരു അവരുടെ സമയം മൃദുലയ്ക്ക് വേണ്ടി അവർ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രവീൺ ഇപ്പം പറയുന്ന പ്രവീൺ മൃദുലയുടെ അമ്മ ചിലവാക്കിയ സമയത്തിനെ കുറിച്ച് ഇന്നലെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അമ്മ കഷ്ടപ്പെട്ടു ഗെയ്സ് 2 മാസം. സാധാരണ എല്ലാവരും ഇതിനകത്ത് കമൻസ് തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. സാധാരണ എല്ലാ പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ തന്നെയാണ് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം അവരെ നോക്കുന്നവർ. ഇതൊരു വലിയ കാര്യമായിട്ട് പ്രവീണിന് തോന്നി. പക്ഷേ ഈ 9 മാസം തൻ്റെ വീട്ടിൽ തൻ്റെ അമ്മയും അച്ഛനും ആ കുട്ടിയെ എങ്ങനെയാണ് നോക്കിയതെന്നുള്ളത് പ്രവീൺ മറന്നുപോയി. പ്രവീണിന് ഇങ്ങനെ മാറാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. 2 മക്കളെ നമ്മൾ നല്ല രീതിക്കാണ് കണ്ടിട്ടുള്ളത്, നല്ല കുട്ടികളെന്നുള്ള രീതിക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അപ്പം ഈ പെൺകുട്ടി 9ാം മാസം വരെ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നിന്നത്. എനിക്ക് തോന്നുന്നത് ഇവരുടെ വീട്ടിൽ നടന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃദുല വീട്ടിൽ വന്നു, കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മൃദുലയ്ക്ക് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടാൻ തുടങ്ങി. ഈ പ്രൊമോഷൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് മൃദുലയ്ക്ക് അറിയാലോ, സ്വാഭാവികമായിട്ടും മൃദുല ചെയ്യുന്നതിന് കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം മൃദുലയ്ക്കൊരു ഫീലിംഗ് വന്നു, ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഈ അനിയനും ചേട്ടനും കൂടെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് ആണ്. അവരൊരു പരിധി ഉണ്ടല്ലോ, അവർ തമ്മിൽ സംസാരിക്കുന്നതായാലും കുറെ കഴിയുമ്പോൾ അവരങ്ങ് മാറി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകും. പക്ഷെ മൃദുലയും പ്രവീണും ആകുമ്പോൾ അവർക്ക് ഒരുപാട് ടൈം കിട്ടും സംസാരിക്കാൻ, അവരുടെ ബെഡ്റൂമിൽ ഉൾപ്പെടെ വെളുക്കുന്നത് വരെ അവർ ഒരുമിച്ചാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർക്ക് ഒരുപാട് സമയം കിട്ടും പുതിയ കണ്ടന്റ്സ് എടുക്കാനും. നമുക്ക് നാളെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനകത്തൊക്കെ കൊച്ചു എന്ന് പറയുന്ന ഒരാൾ അപ്പോഴവിടെ ഉണ്ടാവില്ല. അപ്പം മൃദുലയ്ക്ക് എപ്പോഴോ തോന്നിയൊരു സംഭവമാണ്. കാരണം നമ്മൾ രണ്ടുപേരും കൂടെ പാടുപെടുന്നു, നമ്മളെ ഉറക്കമൊഴിച്ചിരുന്നത് സംസാരിക്കുന്നു, ഇന്ന തീം, ഇതിൻ്റെ എല്ലാം ഫലം അത് മൃദുല തന്നെ ആ വഴക്കിൻ്റെ അന്നത്തെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതെല്ലാം പകുതി കൊച്ചുവിന് കൊടുക്കുന്നുണ്ടെന്ന് അല്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മൃദുലയ്ക്ക് എവിടെയോ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. കൊച്ചുവിന് കൊടുക്കുന്നു. ഒരുപക്ഷെ ഇവരുടെ വീട്ടിൽ ഈ ഒരു സംസാരങ്ങൾ നേരത്തെ ഉണ്ടായിട്ട് കാണും. കൊച്ചു പിന്നെ എല്ലാം തമാശയായിട്ട് എടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊച്ചുവിൻ്റെ തമാശകളാണ്. ചില വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോൾ കൊച്ചു ഇല്ലെങ്കിൽ ഞാൻ കാണാറില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു തമാശകൾ പറയുന്നതിനകത്ത് ഒരു ലോജിക്കുള്ള തമാശകളാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു കുട്ടിയാണ് കൊച്ചു എന്ന് പറഞ്ഞൊരു ആള്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മൃദുലയ്ക്ക് എവിടുന്നോ തോന്നിയതാണ് നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നതിൻ്റെ ഫലവും കൂടെ കൊച്ചുവിന് കൊടുക്കണം. ഇതിനൊരു സിമ്പിൾ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. മൃദുല ഒരു ചാനൽ തുടങ്ങിയാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഫാമിലിയിൽ ഈ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. മൃദുല ഒരു ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ മൃദുലയ്ക്ക് കിട്ടുന്ന പ്രൊമോഷൻസ്, പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇടുന്ന ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിലും ഒരുപക്ഷെ അതും ജനലക്ഷങ്ങൾ അങ്ങ് ഏറ്റുപിടിച്ചിരുന്നു. അപ്പൊ ഈ ഫാമിലി പ്രോബ്ലം വരുന്നില്ല. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മാസം നിന്നപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ പറ്റാതെ ഒരു പെൺകുട്ടി അവിടെ നിൽക്കില്ല. ഒന്നുകിൽ മൃദുലയുടെ അത്യാഗ്രഹം കൊണ്ടായിരിക്കും, പ്രൊമോഷൻസ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് നിന്നതായിരിക്കും. അതും നല്ലതല്ലല്ലോ ഒരു പെൺകുട്ടിക്ക്. പിന്നെ ഈ 9ാമത്തെ മാസത്തിലൊക്കെ ഈ കടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ മൃദുലയുടെ അച്ഛനും അമ്മയ്ക്കും ആയാലും ഒരു വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാവോ, നമ്മളൊരു വീട്ടില് വീഡിയോ, ഇപ്പം ഞങ്ങളൊന്നും അത്രയും വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും ഇവിടെ തന്നെ നമ്മൾ ഒരു വീഡിയോ പിടിക്കുമ്പോൾ ചിലപ്പം അച്ഛനോ അങ്ങനെ മോളായിരിക്കും മിക്കവാറും വീഡിയോ പിടിക്കുന്നത്. അപ്പം ഇതിനകത്തൂടെ ആരും പോകാതെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ അച്ഛൻ പോകുന്നെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരല്ലേ എന്ന് മോള് പറയും എന്ന് പറഞ്ഞ കണക്ക് നമ്മളൊക്കെ വല്ലപ്പോഴും കൂടെയാണ് ചെയ്യുന്നത്.
ഇവരെന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെ. അപ്പം സ്വന്തം വീട്ടിൽ തന്നെ ആ അച്ഛന് ഒരു പക്ഷേ അങ്ങോട്ടിരിക്കാൻ പറ്റൂല, ഇങ്ങോട്ടിരിക്കാൻ പറ്റൂല, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. എല്ലാം നമ്മളെപ്പോഴും മാനസികമായിട്ട് ഒരേ ലെവലിൽ പോകുന്ന ആൾക്കാരായിരിക്കില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ആർത്തി പൂണ്ട ഒരു മനസ്സൊന്നും ഉള്ള മനുഷ്യനല്ല, നമുക്ക് കണ്ടാ അറിയാം. ഒരു കാശ്മീർ ട്രിപ്പ് ഇവർ പോയിട്ടുണ്ടായിരുന്നു, അതിന് പോലും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തിന് എന്താ പോയാ? എന്തുകൊണ്ട് പോയിക്കൂടെ? നമ്മളെ കൃഷ്ണകുമാർ പോകുന്നില്ലേ? ഇതുപോലെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാശ് കിട്ടും. പക്ഷെ അദ്ദേഹത്തിന് അത് ആവശ്യമില്ല. അദ്ദേഹം സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ആള് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴും ഇങ്ങനെയൊക്കെ മാറ്റി പിടിക്കുമ്പോൾ ചിലപ്പോൾ മേ ബി ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞെന്നിരിക്കും, ഇല്ലെന്നല്ല, നിങ്ങൾക്ക് ഇത് തന്നെ പണിയെന്നൊക്കെ ചോദിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. പക്ഷെ ആ സമയത്ത് ഒന്നാമത് മൃദുല ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നത്, ഇനി പ്രൊമോഷൻസ് ഒത്തിരി ചെയ്ത് തീർക്കാനുള്ള ഒരു സമയത്തായിരിക്കും തിരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ മൃദുലയെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ അറിയാം, ആ കുട്ടി എന്ത് പറയണമെന്ന് ഒന്നും അറിയില്ല. അതിന് വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലയുടെ കല്യാണത്തിന് മുന്നേ മൃദുലയ്ക്ക് ഒരു ബർത്ത്ഡേ, കല്യാണത്തിന് മുന്നേ ഉള്ള ബർത്ത്ഡേ മൃദുല ഹോസ്റ്റലിൽ താമസിക്കുകയാണ് കേട്ടോ. ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പ്രവീണും പ്രണവും അമ്മയും കൂടെ ഹോസ്റ്റലിൽ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോയ ഒരു ക്ലിപ്പ്. ആക്ച്വലി ഞാൻ ആ ക്ലിപ്പ് കാണിക്കുന്നത് ആ കുട്ടിയുടെ ക്യാരക്ടർ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കണ്ടു നോക്കൂ. ഈ സർപ്രൈസ് തരാമോ നമുക്ക് ഒന്നും ഇല്ലല്ലേ, കുഴപ്പമില്ലടേ. കണ്ടല്ലോ അല്ലേ? ഇതിനകത്ത് എന്താ നടന്നിരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇത് 12 മണി, അർദ്ധരാത്രി 12 മണിക്ക് ഒരു ഹോസ്റ്റൽ, പെൺകുട്ടി താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ തൻ്റെ 2 ആൺമക്കള്, അമ്മയായിട്ട് നിന്ന് ഞാൻ സംസാരിക്കുന്നതാണ്, എൻ്റെ 2 ആൺമക്കള് അർദ്ധരാത്രി 12 മണിക്ക് ഒരു പെൺകുട്ടിയുടെ ഹോസ്റ്റലിൽ ചെന്ന് ആ കുട്ടിയെ വിളിച്ചിറക്കി ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുകയാണെങ്കിലും വിളിച്ചിറക്കണമല്ലോ, ഇറക്കി. അന്നാണെങ്കിൽ അവർ ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സീനും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർഡൻ എന്തായാലും വിടത്തില്ല. ഒരു വാർഡ്, പിന്നെ ഇവർ ഇത്രയും വലിയ അറിയാന്നുള്ള പാർട്ടിയൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ എന്നാൽ പോലും ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലേ വിടത്തുള്ളൂ, അല്ലാതെ വിടാൻ സാധ്യതയില്ല. ഒരു പെൺകുട്ടീനെ ഹോസ്റ്റലിൽ നിന്നൊന്നും അങ്ങനെ ഇറക്കി വിടത്തില്ല. അപ്പൊ ആ അമ്മ എന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷീണിച്ച അവശയായിട്ടായിരിക്കും. എന്നാലും മക്കളുടെ സന്തോഷം, അവളെ കാണാൻ പോവാലോ, അവരുടെ സന്തോഷം, ആ ഒരു ദിവസം കിട്ടുന്ന സന്തോഷം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ അമ്മ കേക്കിന്റെ കൂടെ ഈ മക്കളുടെ കൂടെ ഇറങ്ങിയത്. പിന്നെ അത് ഒരുപാട് 2 മക്കളെ ഒറ്റയ്ക്ക് വിടണ്ട, അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ വേറെയും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ആ അമ്മ പോയിട്ടുണ്ടാവും. പക്ഷെ മൃദുല അവിടെ ചോദിച്ച ചോദ്യം എന്താണ്? കണ്ടല്ലോ, മൃദുല ചോദിച്ചത്, ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ല. ഇതാണോ ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ല ഇന്ന് രാത്രിയിൽ? ആ സാധാരണ നോർമലായിട്ട് മറ്റു ആൾക്കാരെ കൺസിഡർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും എന്നറിയാമോ? അയ്യോ പാവം, അമ്മേനെ കൂടിയിട്ട് കഷ്ടപ്പെടുത്തി എന്തിനാ, വെറുതെ ആവശ്യമില്ലാതെ എന്നേ പറയത്തുള്ളൂ. ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ല ഇന്ന് രാത്രിയിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ മൃദുല. അതൊരു പക്ഷെ ഈ അമ്മയ്ക്കും അച്ഛനും അറിയായിരിക്കും ഈ കുട്ടി ഒരു പാവം പൊട്ടിക്കുട്ടിയാണോന്നൊന്നും ഞാൻ പറയില്ല. കാരണം മൃദുല ഈ വീട്ടിൽ വരുമ്പോൾ മൃദുലയ്ക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വന്ന ദിവസം മുതൽ ആ കുട്ടി രാജകുമാരിയെ കണക്കാണ് അവിടെ കഴിയുന്നത്. കാരണം ഇഷ്ടം പോലെ കാശ്, ഒന്ന് ഡാൻസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഇവർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ സാധാരണ പെൺകുട്ടികളൊക്കെ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ പണിയെടുത്തിട്ടൊക്കെയാണ് അവര് കുറച്ച് കാശ് ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് വന്ന ദിവസം മുതൽ ആ കുട്ടിക്ക് നല്ല പൈസയും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് അത് വളരുന്നത്, നല്ല എൻജോയ്മെന്റ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കാനില്ല ഈ ഒരു ചാനൽ. എന്നാൽ മൃദുല ഒരു കാര്യം ചെയ്യണമായിരുന്നു, മൃദുലയെ നമ്മൾ ആരും കുറ്റപ്പെടുത്തില്ലായിരുന്നു. ഇത് അവരുടെ എഫേർട്ടിന്റെ ഫലമാണ്. അവരുടെ 4 പേര് പോട്ടെ, 4 പേരും ഉണ്ടെന്ന് തന്നെ പറയാം. 4 പേരുടെ എഫേർട്ടിന്റെ ഫലമാണ് ഈ ഒരു ചാനലിൽ ഉള്ള ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾ വാങ്ങുന്നത്. ഈ മൃദുലയ്ക്ക് അങ്ങനെ ആ വീട്ടിൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഗർഭിണിയായ മൃദുലേനെ ഇവർക്ക് കമന്റ്സ് ഇടുന്ന കുറെ നല്ല ആൾക്കാരുണ്ട്. ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? പ്രവീൺ വിചാരിക്കുന്നത് എന്റെ ചാനലിൽ പോസിറ്റീവ് കമന്റ്സ് മാത്രമേ വരാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നെഗറ്റീവ് കമന്റ്സ് ഇടാൻ കാരണം പ്രവീൺ തന്നെയാണ്. അതും കൂടെ ഏറ്റെടുക്കാൻ തയ്യാറായേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനും കാരണം. അപ്പോൾ ഇവരുടെ ചാനലിൽ ഇത്രയും 40 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലിനകത്തുള്ള വരുമാനം സബ്ബല്ലല്ലോ, ഇതിന്റെ വ്യൂ വന്നിട്ടാണ്. അപ്പോൾ ഈ ഇത്രയും വ്യൂസ് വരുമ്പോൾ അവരുടെ ഇൻകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് കൊച്ചുവിന് പകുതി കൊടുക്കേണ്ടി വരുന്നതിന്റെ ഒരു മാനസിക വിഷമം മൃദുല ഇങ്ങനെ താണ്ടി നടക്കുകയായിരുന്നു. കിട്ടിയ ഒരു റീസൺ കൊണ്ടുവന്ന് പതുക്കെ പ്രവീണിനെ പിടിച്ചങ്ങ് മാറ്റി.
മനസ്സിലായില്ലേ? പിന്നെ വേറെന്നുള്ളത് നമ്മൾ പെട്ടെന്നാണെങ്കിലുണ്ടല്ലോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ഷോക്കഡായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്ന സമയത്തൊന്നും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മെൻ്റലി ഒരു ഡിസ്ട്രോയിഡ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ആ ഒരു സെറ്റപ്പിൽ, അപ്പോൾ ഇവർക്ക് നേരത്തെ, ഇവർക്കെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷെ മൃദുലയ്ക്ക് ആ തോട്ടുണ്ടായിരുന്നു കാണും, നേരത്തെ എന്തെങ്കിലും ഒരു ഇതുപോലെ ഉണ്ടാകും. കാരണം അത് പറയുന്ന കാരണം കൊച്ചു നേരത്തെ ഫോട്ടോസ് എന്തോ പൊട്ടിച്ചിട്ടുണ്ട്. അവൻ കുടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ 2-3 ഫോട്ടോസൊക്കെ പൊട്ടിച്ചു. മൃദുല ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഫോട്ടോസൊക്കെ കുടിച്ചുകൊണ്ട് വന്നിട്ട് പൊട്ടിച്ചു. അപ്പം നേരത്തെ എന്തോ ഒരു സംസാരം നടന്ന സമയത്ത് കൊച്ചു എന്തോ കാണിച്ചു കാണാം, മേ ബി അവന്. കാരണം അവൻ കാണിക്കത്തില്ലേ, അവന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ആ ചാനല്. അവന്റെ കുറെ വർഷത്തെ പ്രയത്നമാണ് അവന് പെട്ടെന്ന് ഇല്ലാതാകുന്നത്. ഇവരിങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ അവനെ ഒരുപാട് ഫീൽ ചെയ്യിക്കും. അനിയനും ചേട്ടനും കൂടെ ചെയ്യുന്ന, ഈ മൃദുല വിചാരിക്കണം അനിയനും ചേട്ടനും കൂടെ ചേർന്ന് ചെയ്ത ചാനലാണ്. അപ്പൊ മൃദുലയ്ക്ക് വേണമെങ്കിൽ മൃദുല സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയാൽ തീരുമായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും കൂടെ ചാനൽ സ്വന്തമായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാവൃത്തികെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി എന്നെ കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി ഉണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ഇവരുടെ ആ ഫർണിച്ചർ എടുക്കാൻ പോയത് നിങ്ങൾ കണ്ടായിരുന്നു? ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ ക്ലിപ്പ്. നമ്മുടെ റൂമിലേക്ക് ആദ്യമായിരിക്കുകയാണ്. മെത്ത, നമ്മുടെ അലമാര, ബാക്കി ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ AC അടിച്ചിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു റൂം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാരൻസിന്റെ ചങ്ക് പൊട്ടുന്ന കാഴ്ചയാണ്. കാരണം നമുക്കൊക്കെ മക്കൾക്ക് ഓരോ റൂംസ് ഉണ്ട്. മോൻ്റെ മുറി, മോളുടെ മുറി, ഇങ്ങനെ അവിടെയൊക്കെ ഫർണിച്ചർ കാണും. അവൻ കിടക്കുന്നത് ഇതിനകത്ത് മൃദുലയുടെ ഒരൊറ്റ, പ്രവീൺ പോലും അറിയാതെ മൃദുല മനസ്സിലാക്കുന്നത് അവരെ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കാമോ അത്രത്തോളം പീഡിപ്പിക്കണം എന്നുള്ള മൃദുലയുടെ ഒരു വാശിയാണ്. മൃദുല നല്ല വാശിയുള്ള കൂട്ടത്തിലാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണിന് തന്നെ ഒരു മാസം കൊണ്ട്, പ്രവീൺ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് പ്രവീൺ ഇട്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഗൈസ് ഞങ്ങൾ ഇത് കണക്ക് പഴയ സാധനമൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ കാശിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫർണിച്ചറൊക്കെ വാങ്ങണത്, അപ്പോൾ അത്യാവശ്യമുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് അവിടെ പോയി എടുക്കേണ്ടി വരണം എന്നുള്ളൊരു ക്ഷമാപണം പ്രവീൺ നടത്തുന്നുണ്ട്. അപ്പൊ അന്ന് ഞാനൊക്കെ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നി ശരിയായിരിക്കാം, ഇത്രയും വീടൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് അതൊക്കെ വാങ്ങാനുള്ള കാശ് കൂടെ ഉണ്ടാവില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ അവർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ അവർക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ വീട്ടില് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സാധനം കിടക്കരുത്, ആ അച്ഛനും അമ്മയ്ക്കും ഒരു ഹോപ്പും കൊടുക്കരുത്, മോനെ ഇനി പ്രതീക്ഷിക്കണ്ട എന്നുള്ള മൃദുലയുടെ വാശിയാണ് പ്രവീൺ പോലും അറിയാതെ പ്രവീണിനെ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിപ്പിച്ചത്. അത് പ്രവീൺ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, അലമാരിയൊക്കെ എടുക്കാൻ ഞാൻ പെട്ട പാട് ഗേസ്, ഭയങ്കര പാടുപെട്ടു. അലമാര എടുക്കുന്ന ആ സമയത്ത് പറയുന്നുണ്ട്, അലമാര ഞാൻ വളരെ പാടുപെട്ടു. ആയിരുന്നു ടാസ്ക് കേട്ടാ, മേരി പിടിച്ച് കയറ്റുന്നതായിരുന്നു വൺ ടാസ്ക്. അപ്പം എന്തായാലും ഇനി ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. കാരണം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആവും. നമുക്ക് അത്രയും ഒരു കോസ്റ്റ് നമുക്കിപ്പോൾ എടുക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു അലമാര വാങ്ങിക്കാനുള്ള പൈസ ആ അമ്മയ്ക്കും അച്ഛനും അവിടെ കിടന്നോട്ടായിരുന്നല്ലോ. നിങ്ങളുടെ മുറിയെന്നും പറഞ്ഞ ആ അച്ഛനും അമ്മയും ഒന്ന് കാണുമായിരുന്നല്ലോ. ഇത്രയും സ്നേഹിച്ച് വളർത്തിയതല്ലേ അച്ഛനും അമ്മയും. നിങ്ങളെ മുറിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എപ്പോഴെങ്കിലും തിരിച്ചു വരുമല്ലോ. ഇത് കൊടുക്കരുത്. മൃദുല ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ കണക്ക് മൃദുല ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെയാണ്. പ്രവീൺ പോലും അറിയാതെ പ്രവീണിന്റെ അച്ഛനും അമ്മയും പ്രവീൺ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവീൺ മനസ്സിലാക്കണം. അവിടെ നിന്ന് ഫർണിച്ചർ എടുത്തോണ്ട് വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം മനസ്സിലാവാത്തത്, ഈ മൃദുലയുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്തതാണോ മൃദുല? ഈ കുട്ടി ഒരു ഡെലിവറി കഴിഞ്ഞ് മിനിമം ഒരു 15-16 ദിവസം, ഒരു 10-15 ദിവസം എനിക്ക് തോന്നുന്നു ആ കുട്ടി ഒന്ന് റെസ്റ്റ് എടുത്ത് കാണും. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ മറ്റേ ആയുർവേദ ആ സ്ഥലത്തോട്ട് റിസോർട്ടിലോട്ട് വന്നു കഴിഞ്ഞതും ആ കുട്ടി ഇറങ്ങി ഓടാൻ തുടങ്ങി. എന്തിനിങ്ങനെ നടന്ന് ഓടുന്നേ? ഞാൻ ചോദിക്കട്ടെ, ശരി ഇവർക്ക് ഇത്രയും കാശില്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇത്രയും കാശ് എങ്ങനെ വന്നത്? ഈ 4 പേരുടെ അധ്വാനത്തിന്റെ ഫലം അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇവരൊരു പുതിയ ചാനലാണ് തുടങ്ങിയെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും കാശുണ്ടാവുമോ? ഇല്ല. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് കിടന്ന് ഓടുന്നത്? നമുക്ക് അത്യാവശ്യം പ്രവീൺ പറഞ്ഞു ഒരു വീട് വേണം, ഓക്കെ, ഒരു വീട്
വാങ്ങി കഴിയുമ്പോൾ എന്താ വേണ്ടത്, നമുക്ക് ഒരു സമാധാനമായി, കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ആ വീട്ടിലോട്ട് പോകാം. പിന്നെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് മൃദുലയുടെ അച്ഛനും അമ്മയായിരുന്നാലും അങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ കണ്ടിട്ട് നമുക്ക് പണ്ട് മുതലേ അവരെ കാണുന്നതാണല്ലോ. അപ്പോഴും നമുക്കും അവരുടെ ഒരു ഏകദേശം ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊരു സാധാരണ സ്ത്രീ, രണ്ടുപേരും വളരെ പാവപ്പെട്ട രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഒന്നുകിൽ ഈ മൃദുല ഇങ്ങനെ കിടന്ന് ഓടുന്നത് സ്വന്തം അമ്മ പറഞ്ഞിട്ട് കേൾക്കാതെ ആയിരിക്കും. കുറേ കമൻസ് കുറേ അമ്മമാരൊക്കെ അതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കിടന്ന് ഓടല്ലേ മോളെ, കാരണം ബാക്ക് പെയിൻ വരും, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ കമൻസ് ഒന്നും വായിക്കാറില്ല എന്നാണ് തോന്നുന്നത്. അതിനുള്ള നേരമില്ല. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നൊരു കാര്യം, ആ ഫർണിച്ചറെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അത് പ്രവീണിന് എങ്ങനെ തോന്നി എന്നുള്ളത് എനിക്കറിയില്ല. ഫർണിച്ചർ, കാരണം ആ ഇപ്പോഴും ഒരു വീട്ടിലുള്ള ഫുൾ ഫർണിച്ചറും കൂടെ വാങ്ങിയാൽ തന്നെയും ഒരു 50,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇനി ആ ഒരു അലമാരയെങ്കിലും അവിടെ നിന്ന്, അലമാരയും കട്ടിലും ഒക്കെ മാത്രമല്ലേ ഒരു റൂമിനകത്ത് കാണത്തുള്ളൂ, വലിയ രീതിക്കൊന്നും കാണത്തില്ലല്ലോ. അവർ കിടക്കുന്ന ഒരു അലമാര, തുണികളൊക്കെ നിങ്ങൾ എടുത്തോ, അതൊന്നും വലിയൊരു ഇഷ്യൂ അല്ല, തുണികളൊക്കെ എടുക്കണമല്ലോ. പക്ഷേ ഈ നമ്മുടെ വലിയ വലിയ മെറ്റീരിയൽസ് അതിന് കൂടിപ്പോയാൽ ഒരു 10,000 രൂപയ്ക്കകത്ത് വരും ഒരു അലമാരയൊക്കെ വാങ്ങാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ കാണിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. അതിനെയാണ് ഈ ആൾക്കാർ കമൻസ് ഇടുന്നത്. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ആ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആൾക്കാരെ പൊട്ടരാക്കുന്നു. ഗൈസ്, ഞങ്ങളെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ അല്ലെങ്കിൽ ഇതൊന്നും എടുക്കില്ലായിരുന്നു എന്നുള്ള ഒരു ക്ഷമാപണം നടത്തി. അത് കഴിഞ്ഞിട്ടോ പോഷ് ഫർണിച്ചേഴ്സ് വാങ്ങാനും പോകുന്നു. ഊഞ്ഞാൽ 1 വാങ്ങിക്കണോ 2 വാങ്ങിക്കണമെന്നായി, ബുദ്ധൻ്റെ പ്രതിമ, അത് കഴിഞ്ഞ് ഇൻറ്റീരിയറായി, ഇപ്പം ഗാർഡനായി. ഇതെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണ്. എന്ത് മെസ്സേജസാണ് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്? അച്ഛനെയും അമ്മയും പിച്ച് ചീന്തി അവരെ ചവിട്ടി തേച്ചിട്ട് വെളിയിലിറങ്ങി ഇതുപോലെ കാണിക്കുന്ന നല്ല മെസ്സേജസ് ആണെന്നാണോ പ്രവീൺ വിചാരിക്കുന്നത്? അപ്പോൾ അതിനെതിരെ കുറച്ച് ആൾക്കാരൊക്കെ പ്രതികരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് എല്ലാവരും അതിനകത്ത് നിന്ന് പോസിറ്റീവ് കമൻസ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം ഇപ്പം ഒരു ബുദ്ധൻ്റെ പ്രതിമ, ഇന്നലെ ഒരു വീഡിയോ കണ്ടു, അതിനകത്തൊരു ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് 16,000 രൂപ നമുക്ക് വാങ്ങിച്ചാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃദുല ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഐഫോണിൻ്റെ ഒരു സംഭവം വന്നു. അതിനകത്ത് മൃദുല പറയുന്നുണ്ട്, ഞാൻ ഉരുപ്പടി ഗോൾഡ് പണയം വെച്ചിട്ട് വാങ്ങിച്ചതാണ്, എനിക്ക് വേണ്ടാന്ന് പറയില്ലെന്ന്. ഇതൊക്കെ ആളുകളെ പൊട്ടരാക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ വെറും അഭിനയമാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടറാണ്. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ചാൻസിന് കൊണ്ട് പുറത്ത് ചാടിയതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാവപ്പെട്ട അച്ഛനെയും അമ്മയും കൊച്ചുവിനെയും ഇത്രയും മാത്രം തള്ളി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് വളരെ ലോജിക്കായിട്ട് അവിടെ സംസാരിച്ച് നിങ്ങൾക്ക് ഓരോ ചാനൽ വീതം തുടങ്ങി മൃദുലയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ചാനൽ, ഇനി പ്രവീണിൻ്റെ വീട്ടുകാർക്ക് അവരെല്ലാവരും കൂടെ ചെയ്യുന്നത് ആ ഒരു ചാനലിലിടുക, അതിനെ ഹാഫായിട്ട് വീതിക്കുക. ഇനി കൊച്ചുവിന് മാത്രം ചെയ്യുന്നതിന് കൊച്ചുവിന് ഒരു ചാനൽ. എന്ത് സിമ്പിളായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ. അപ്പോൾ എല്ലാവരുടെ സഹകരണം കാണുമല്ലോ. പിന്നെ ഇപ്പോൾ കൊച്ചിനെ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്തുമാത്രം അങ്ങനെയൊന്നും പറയല്ലേ മോനെ. കുഞ്ഞിനെ വെച്ചിട്ട് അതിൽ പലരും മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. കുഞ്ഞിനെ ഇത്രയും പാടുപെട്ട് വളർത്തുന്ന രീതിക്ക് പറയുന്ന വേറൊരു പാരൻസിനെ ഞാൻ ഒരുപാട് പേര് നമ്മൾ കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഗൈസ്, ഞങ്ങൾക്ക് തളർന്നു, കഷ്ടം, ഞങ്ങൾ ഇപ്പം 3 മണിക്കൂർ കൊണ്ടാണ് ഒരു വീഡിയോ എടുത്തത്. നോക്കിക്കോ കഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുന്നത് ആ കുഞ്ഞിനെ നോക്കുന്നത് പോലും അവർക്കൊരു പാടായിട്ട് വന്ന കണക്കാണ് നിങ്ങൾ. എന്നിട്ട് ഇന്നലെ പ്രവീൺ ആ ഒരു കാര്യം പറയുന്നുണ്ട്, ഗൈസ്, നിങ്ങൾ വിചാരിക്കും കുഞ്ഞിനെ വളർത്താൻ വയ്യെങ്കിൽ നിങ്ങൾ എന്തിനാ പ്രസവിച്ച, ആ രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നും. പക്ഷേ ഇവരെന്താണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതെന്നുള്ള കാര്യം ഇവർ മറന്നുപോകും. പിന്നെയും പുതിയ വീഡിയോസ് എടുക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ പഴയത് നമ്മളെ കൺവിൻസ് ചെയ്ത കാര്യങ്ങൾ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് പ്രവീൺ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് നടത്തിയത്, നമ്മൾ നെഗറ്റീവ് കമൻസ് ഇടുന്നു എന്ന് പറഞ്ഞത്. ഇനി നെഗറ്റീവ് കമൻസ് ഒക്കെ മാറാനായിട്ട് ഒരു കാര്യം പ്രവീണിന് ചെയ്യാൻ പറ്റും. എന്തായാലും പ്രവീണ് മൃദുലയും കൂടെ സോഷ്യൽ മീഡിയയിൽ ആ അച്ഛനെയും അമ്മേനെയും അനിയനെയും വെറും വൾഗറായിട്ട് വലിച്ചഴച്ച് കൊണ്ടിട്ട് കൊടുത്തു. ഇനി നിങ്ങളായിട്ട് തന്നെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ശരി, ഞങ്ങൾ അറിവില്ലായ്മയിലൂടെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് ഒരു ക്ഷമാപണം നടത്തിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾ പിന്നെ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നതൊക്കെ അങ്ങ് മതിയാക്കും. പോരെങ്കിൽ ഇനിയിപ്പോൾ ഹൗസ് വാമിംഗ് സെറമണി വരികയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വീട്ടിൽ പോയി ആ അച്ഛനെയും അമ്മയും ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുമായിട്ട് ഒന്ന് അവരെയും കൂടെ ഇതിനകത്ത് ജോയിൻ്റ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ആളുകൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും.
ഒരു കമൻസോ അങ്ങനെ ഒന്നും വരില്ല. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്നതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒത്തൊരുമയോടെ പോകുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ആ അച്ഛനും അമ്മയ്ക്കും നേരെ കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു റിക്വസ്റ്റാണ്, പാവങ്ങൾ, അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്ന 2 വ്യക്തികളാണ്. ആ 2 മക്കൾക്കും വേണ്ടി അവരുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓടിയ 2 വ്യക്തികളാണ്. നമുക്കറിയാം. ഭാഗ്യത്തിന് ഒരു അച്ഛനെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്തായാലും ഇവരുടെ മക്കളുടെ കാശ് കണ്ടിട്ട് ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് ഇവരുടെ പുറകെ പോയിട്ടില്ല. പോയെങ്കിൽ ഇന്ന് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ വീണ്ടും ആ പഴയ ജോലിയിലോട്ട് പോവേണ്ടി വരേണ്ട ഒരു ഗതികേട് വന്നതിന്. എന്തായാലും എത്രയോ വർഷത്തെ എഫേർട്ടാണ് ആ കൊച്ചുവിൻ്റെത്. ഇപ്പോൾ ആ കൊച്ചുവൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ സഹിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊച്ചുവിനെ ബഹുമാനിക്കുകയാണ്. കാരണം അവൻ അച്ഛനെയും അമ്മയും താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അവർ പരസ്പരം കരയുന്നുണ്ട്. പക്ഷേ അവർ കൊച്ചു കരയുന്നുണ്ടാവും, അച്ഛനും അമ്മയും കരയുന്നുണ്ടാവും. പക്ഷേ അവർ തമ്മിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കുറേ പാടുപെടുന്നുണ്ട്. ഇതൊക്കെ പ്രവീൺ അറിയണം. ഇതാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ആ കുഞ്ഞിൻ്റെ ഒരു നൂലുകെട്ട് ചടങ്ങിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ചങ്ക് പിളർന്നു പോയ കാഴ്ചയാണ്. അതായത് ആ അച്ഛനും അമ്മയും അന്യരെ പോലെ വന്ന് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച. ഡ്രസ്സിങ് പോലും മൃദുലയുടെ അല്ലല്ല പ്രവീണിൻ്റെ അമ്മ ചെയ്തിരിക്കുന്ന കണ്ടറിയാം. അവരെന്തുമാത്രം മനക്കോട്ട കെട്ടിക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നതും കുഞ്ഞിൻ്റെ ഓരോ ചടങ്ങുകളുമൊക്കെ. ആ അമ്മയൊക്കെ എന്തുമാത്രം സ്വപ്നം കണ്ടു കാണും. അതൊക്കെയാണ് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ആ കുഞ്ഞിൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ ചേർക്കാം. ആ ഒരു ക്ലിപ്പിനകത്ത് കാണിക്കുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അപ്പോൾ അതിനകത്ത് കമൻസ് പറയുന്നുണ്ട് ചിലരൊക്കെ, കണ്ടോ അമ്മയുടെ ഫേസ് ഇരിക്കുന്നതുണ്ടോ, അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ മുഖം തിരിച്ചു കളഞ്ഞു. എങ്ങനെയാണ് തിരിക്കാതിരിക്കുന്നത്? അവർ മുഖം തിരിക്കുന്നതല്ല, അവരുടെ ആ പ്രയാസം ബാക്കിയുള്ളവരെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ആ അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കത് വ്യക്തമായിട്ട് കണ്ടാൽ അത് മനസ്സിലാവും. അമ്മ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അമ്മ കൊച്ചിനെ കൊണ്ടിങ്ങി തരണം, അതാണ് അമ്മയുടെ ചടങ്ങ് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ മകൻ ആ അമ്മയുടെ ഹൃദയം പൊട്ടുന്ന ഒരു വാക്കുകളായിരിക്കും അത്. എന്നിട്ടും ഞാനാണെങ്കിൽ പോകത്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല. എന്നിട്ടും ആ അമ്മ താങ്ങി നിൽക്കുന്നുണ്ട്. കൊണ്ടുവന്ന് സന്തോഷം അഭിനയിച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ജനലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരും അവരെയാണല്ലോ ക്രൂശിക്കുന്നത്. അപ്പോൾ ആ മകൻ പറയുന്ന ഒരു ഇതാണ്, ഇങ്ങനെയാണോ മകൻ്റെ കുഞ്ഞിനെ അമ്മ എടുക്കാനുള്ളതും? മകൻ കൊണ്ടുവന്ന് കൊടുത്ത് ആ ചടങ്ങോടുകൂടി അത് തീരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ലോകത്ത് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ഗതികേട് വരരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം ഷോക്ക്ഡായിപ്പോയി ഒരു കാര്യമായിരുന്നു നമുക്ക്, അല്ലേ? കൊച്ചു ഒരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് എന്ന് മൃദുല പറഞ്ഞു. കൊച്ചു ചെയ്ത വീഡിയോയിൽ നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങളുടെ ഒരു അഡ്രസ്സ് ഇല്ല എന്ന് പ്രവീണാണ് ആദ്യം തുടങ്ങിയത്. അഡ്രസ്സ് ഇല്ല എന്ന് വിളിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞതേ പ്രവീണാണ്. അതവിടെ തീരുമായിരുന്നു. അഡ്രസ്സ് ഇല്ല എന്ന് പറയണ്ടായിരുന്നു. നിങ്ങൾ ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ അവർ വന്നു, മൃദുലയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ജോയിൻ്റായി. അതവിടെ അങ്ങ് തീർന്നില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ ഈ ചാനലിൻ്റെ ലക്ഷ്യങ്ങളാണ് ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് അവിടെ തീരാതെ അത് കൂട്ടി കൊണ്ടുവന്നത്. അപ്പോൾ എനിവേസ് ഞാൻ പറയാനുണ്ടായ കാരണം നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരെ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ജോയിൻ്റ് ആകട്ടെ. ആ ഹൗസ് വാമിംഗ് സെറിമണി നടക്കുമ്പോൾ അച്ഛനും അമ്മയും കൊച്ചു, എസ്പെഷ്യലി കൊച്ചു. ഇതിനകത്ത് കൊച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. അവൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു കുട്ടിയാണ്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയും കാണുകയാണെങ്കിൽ, ഒരു പക്ഷേ കൊച്ചു കാണുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, കൊച്ചു ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇനി പേടിക്കണ്ട, അയ്യോ ഇനി ഒന്നിങ്ങനെ സംഭവിച്ചു എന്ന് പേടിക്കണ്ട. കാരണം അവൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു പയ്യനാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവനെന്തായാലും ഇങ്ങനെ ഒരു ഇതിനകത്ത് വന്ന് പെടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അച്ഛനെയും അമ്മയും നിർത്തേണ്ടടുത്ത് നിർത്തുക, ഭാര്യയെ നിർത്തേണ്ടടുത്ത് നിർത്തുക, ആ ഒരു രീതിക്കുള്ളൊരു കുട്ടിയാണ് പ്രണവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൊച്ചു അച്ഛനെയും അമ്മേനെയും കൊണ്ട് ഇതുപോലെ മുന്നോട്ട് പോവുക. അതുപോലെ അച്ഛനും അമ്മയോടൊരു വാക്കും,
തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മൾ മാക്സിമം നോക്കി, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ കൊച്ചുവിനെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുക, അവൻ്റെ മുമ്പിൽ കരയാതിരിക്കാൻ ശ്രമിക്കുക. അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ വീണ്ടും 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 ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കും. കാരണം അവനും കൂടെ ഇതിനകത്തൊരു കാരണമാണോ എന്ന് അവന് തോന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നടന്നതൊക്കെ നടന്നു. അത് ഓരോ ലക്ഷ്യങ്ങളുള്ള ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ നടക്കും. നമുക്കൊരു ലക്ഷ്യമില്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ ഒന്നും നടക്കാതിരിക്കുക. ഇതിൻ്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് ഓൾറെഡി സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ വിചാരിക്കാവൂ. അതുകൊണ്ട് ആ ഒരു മോനെയും കൂടെ ചേർത്ത് പിടിച്ച് നിങ്ങൾ മാക്സിമം ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ആ വിഷമങ്ങളെല്ലാം മാറ്റുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ അഭിനയിക്കുകയാണെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെയൊന്നും വേണ്ട, പുകഞ്ഞ പള്ളി പുറത്ത് എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരികയാണെങ്കിൽ വന്നോട്ടെ. ഇതിൽ തലയണ മന്ത്രം കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ആ തലയണ മന്ത്രം നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പ്രവീണൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ ഞങ്ങളുടെ കാലത്തുള്ളൊരു പിക്ചറാണ്. അപ്പം അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തലയണ മന്ത്രം എടുത്തൊന്ന് കാണണം കേട്ടോ. ആ തലയണ മന്ത്രത്തിൻ്റെ ശരിക്കുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ തലയണ മന്ത്രം കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവീണ മൃദുലയൊക്കെ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ അതൊന്ന് കാണണം കേട്ടോ. കണ്ടിട്ട് അതൊന്ന് വിലയിരുത്തുക. എന്താണ് നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിക്കുന്നതെന്ന് പ്രവീൺ നന്നായിട്ട് മനസ്സിലാക്കുക. പ്രവീണിൻ്റെ അച്ഛനും അമ്മയുമാണ്, മൃദുലയുടെ അച്ഛനും അമ്മയും അല്ല. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ നല്ല നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു ഒരുമിച്ചുള്ള. ഓക്കെ, അപ്പം വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.